ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസറിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയും ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആൻസർ സി ആണ് കെ വാസുദേവൻ പിള്ള. 2. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ബി ആണ് 2ഉം 4ഉം. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. 1812 അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആണ്. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം? ആൻസർ സി ആണ് 1904. 4. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനം നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? ആൻസർ എ ആണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 ജൂൺ 12 ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്ര പൂനെയിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. 5. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ആൻസർ ഡി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന കൃതികളാണ് ദുർഗേശ നന്ദിനി, വിഷവൃക്ഷം, ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന കൃതികൾ ദുർഗേശ നന്ദിനി, വിഷവൃക്ഷം, ആനന്ദമഠം. 6. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം? ആൻസർ ബി ആണ് മുസിരീസ്. 7. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ആൻസർ എ ആണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, മൺസൂൺ വനം എന്നും വിളിക്കുന്നു. 70 സെൻറ്റിമീറ്റർ മുതൽ 700 സെൻറ്റിമീറ്റർ മഴയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾക്ക് കിട്ടുന്നത്. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ. ഇനി ഉഷ്ണമേഖല നിത്യഹരിത വനം എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങൾ ആണ് ഉഷ്ണമേഖല നിത്യഹരിത വനം. പശ്ചിമഘട്ടവും ഇന്ത്യയുടെ വടക്ക് കിഴക്കും ഭാഗമൊക്കെ ഉഷ്ണമേഖല നിത്യഹരിത വനം കാണപ്പെടുന്നുണ്ട്. ഇനി ഉഷ്ണമേഖല മുൾക്കാടുകൾ 70 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇത് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ പർവ്വത വനം എന്ന് പറയുമ്പോൾ ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. 8. ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ബി ആണ് ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. മഹാനദി ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. പിന്നെ ഗോദാവരി, ദക്ഷിണഗംഗ, വൃദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നു. 9. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ആൻസർ സി ആണ് താരാപൂർ. 1969 ഒക്ടോബർ 28 താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലാണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഈ അണുശക്തി നിലയം സ്ഥാപിച്ചത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ആൻസർ ബി ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ. ഇനി അന്തരീക്ഷത്തിലെ പാളികളെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡുണ്ട്, അതായത് അവരുടെ ഓർഡറിൽ പഠിക്കാൻ. അതായത് ട്രസ്റ്റ് മീ ദ എക്സ്. അതിൽ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് നമുക്ക് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ആക്കാം. മീ എന്ന് പറയുന്നത് മീസോസ്ഫിയർ. ദ എക്സിലെ ദ എന്ന് പറയുന്നത് തെർമോസ്ഫിയറും എക്സ് എന്ന് പറയുന്നത് എക്സോസ്ഫിയറും. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റോസ്ഫിയറിലെ എസ് ഫോർ സേഫ് അല്ലെ സുരക്ഷിതം എന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ രശ്മികളിൽ നിന്നും നമ്മെ സുരക്ഷിതമാക്കുന്ന ഓസോൺ പാളി എസ് ഫോർ സേഫ് അല്ലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ന് നമ്മൾ ഓർക്കുക. 11. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ സി ആണ് മെർക്കുറി ബാരോമീറ്റർ. അനിമോമീറ്റർ കാറ്റിൻ്റെ ശക്തി അളക്കാനും തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കാനും വിൻഡ് വെയിൻ കാറ്റിൻ്റെ ദിശ അളക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്. 12. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്? ആൻസർ ഡി ആണ് ഏപ്രിൽ 22. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവും മാർച്ച് 22 ലോക ജലദിനവും ഏപ്രിൽ 22 ലോക ഭൗമദിനവുമാണ്. 13. പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് അതായത് PC മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ആൻസർ ബി ആണ് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹൽനോബിസിൻ്റെ വികസനാസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. തെറ്റാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് PC മഹൽനോബിസ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്.
പിന്നെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണ് മഹൽനോബിസ്. പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി മഹൽനോബിസും. മഹൽനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. പിന്നെ സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും മഹൽനോബിസാണ്. 14 ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഡി ആണ് 2ഉം 4ഉം. ഭൂപരിധി നിശ്ചയിക്കൽ എന്നാൽ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂവുടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ആൻസർ എ ആണ് വികസിത് ഭാരത്. 2047 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം. ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം. വികസിത് ഭാരത്. 16 ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയമേത്? ആൻസർ സി ആണ് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായ നയങ്ങളാണ്. ഉദാരവൽക്കരണം എന്നാൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വ്യവസായം എളുപ്പമാക്കുക എന്നാണ് അർത്ഥം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്, ഉദാരവൽക്കരണത്തിൻ്റെ അല്ല. വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു. ലൈസൻസ് രാജ് ഒഴിവാക്കി വ്യവസായങ്ങൾ തുടങ്ങാനുള്ള തടസ്സങ്ങൾ മാറ്റുന്നു. നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കമ്പനി നികുതി നിരക്ക് കുറയ്ക്കുന്നു. 17 ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ആൻസർ ഡി ആണ് ലോക വ്യാപാര സംഘടന. ഗാട്ട് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1948 ഗാട്ട് രൂപീകൃതമായത്. ഇത് ലോക വ്യാപാരത്തിനായുള്ള താൽക്കാലിക കരാറായിരുന്നു. WTOയുടെ ജനനം. ഗാട്ടിനെ പരിഷ്കരിച്ചുകൊണ്ട് 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു. 18 ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ സി ആണ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടം കുറച്ച് വിളകളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പ്രധാനമായും ഗോതമ്പ് പോലത്തെ വിളകളിൽ മാത്രമേ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടായുള്ളൂ. അതായത് എല്ലാതരം കാർഷിക ഉൽപ്പാദനത്തിലേക്കും ഇത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു പോരായ്മയാണ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. പിന്നെ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. 19 ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ബി ആണ് ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുമാണ്. 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായി. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. പിന്നെ 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 20 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ് ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. ബാക്കിയുള്ളതൊക്കെ പൗരാവകാശങ്ങളാണെങ്കിൽ കൂടി ആൻസർ സി ആണ് ശരിക്കും ഭരണഘടന പറഞ്ഞതുപോലെ മൗലികാവകാശത്തെ ഉചിതമായിട്ട് മൗലികാവകാശത്തെ ഉചിതമായ രീതിയിൽ ഉള്ള ഉത്തരം തരുന്നത് ആൻസർ സി ആണ്. 21 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ബി ആണ് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിന് എന്തുണ്ട്? ഒരു രാജ്യസഭയും ഒരു ലോക്സഭയുണ്ട്. അങ്ങനെ ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ദെൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭയും അതോ സഭയാണ് ലോകസഭ. അതുപോലെ സ്പീക്കർ ലോക്സഭയുടെ ചെയർമാനും പിന്നെ
ചെയർമാൻ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയുമാണ്. അതായത് ലോക്സഭയുടെ ചെയർമാന സ്പീക്കർ എന്ന് പറയും, രാജ്യസഭയുടെ ചെയർമാന നമ്മൾ ചെയർമാൻ എന്നാണ് പറയുക. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതി. 22 ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും തർക്കം ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്, ഉദ്ഭവാധികാരം. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കം ഉണ്ടായാൽ സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെ ഉദ്ഭവാധികാരം. അതായത് ചില പ്രത്യേക കേസുകൾ കീഴ്ക്കോടതികളിൽ പോകാതെ നേരിട്ട് സുപ്രീം കോടതിയിൽ തന്നെ ഫയൽ ചെയ്യാൻ സാധിക്കും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി, നദീജല തർക്കങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന കേസുകളെയാണ് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം. എന്നാൽ അപ്പീൽ അധികാരം എന്ന് പറയുന്നത് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ എത്തുന്നതാണ് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. റിട്ട് അധികാരം എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ പറ്റും. പിന്നെ ഉപദേശാധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അധികാരത്തെയാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നും പറയുന്നത്. 23 രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ആൻസർ എ ആണ്, രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. അതായത് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ലിഖിത രൂപത്തിലുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് നിർബന്ധമാണ്. രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ചിട്ട് മന്ത്രിസഭയുടെ പെർമിഷൻ ഇല്ലാണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്നാൽ മന്ത്രിസഭ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്ക് കഴിയും. പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ ബില്ല്, അതായത് ധനബില്ല് ഒഴികെ ഒപ്പിടാതെ കൈവശം വയ്ക്കാനോ തിരിച്ചയക്കാനോ രാഷ്ട്രപതിക്ക് സാധിക്കും. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലും പ്രധാനമന്ത്രിയെ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാം. സാധാരണഗതിയിൽ രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വന്തം തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇതിനെയാണ് വിവേചന അധികാരം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 24 താഴെ കൊടുത്തിരിക്കുന്ന ഏതു പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ആൻസർ ബി ആണ്, പ്രതിരോധം, ആണവോർജം, തുറമുഖം, വിദേശകാര്യം. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് പോലീസ്, കൃഷി, ജയിൽ, പൊതുജനാരോഗ്യം. പോലീസ്, കൃഷി, ജയിൽ, പൊതുജനാരോഗ്യം. ജയിലും പോലീസും കൃഷിയും പബ്ലിക് ഹെൽത്തും സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, വനം, വിവാഹം. 25 പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്, ആൻസർ സി ആണ്, പി.കെ. തുങ്കൻ കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റി 1988 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അതായത് പഞ്ചായത്ത് രാജ്, ഭരണഘടനാപരമായ പദവി നൽകണമെന്നും അവയ്ക്ക് കൃത്യമായ കാലാവധി ഉറപ്പാക്കണമെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇത് പിന്നീട് 73-74 ഭരണഘടനാ ഭേദഗതികളിലേക്ക് വഴിതെളിച്ചു. സർക്കാരിയ കമ്മിറ്റി 1983, സർക്കാരിയ കമ്മിറ്റി 1983 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. മണ്ഡൽ കമ്മിറ്റി 1979 സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി. 26 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ, അതായത് ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര കമ്മീഷൻ അനുച്ഛേദം 324 പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തെരഞ്ഞെടുപ്പുകൾ, അതായത് MP, MLA, പ്രസിഡന്റ് പോലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. സംസ്ഥാന കമ്മീഷൻ അനുച്ഛേദം 243K പ്രകാരം ചെറിയ തെരഞ്ഞെടുപ്പുകൾ, അതായത് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. 27 പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ലോക് ഭവൻ ആണെന്ന്. ലോക് ഭവൻ, ആൻസർ സി ആണ്, ലോക് ഭവൻ. 28 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ സി ആണ്, 2 മാത്രം തെറ്റ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി വരുന്നതാണ്.
29 സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ആൻസർ ഡി ആണ്. കുടിയേറ്റ തൊഴിലാളികളുടെ പ്രത്യേക സാക്ഷരതാ പദ്ധതി. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് മലയാളം ഭാഷയിൽ സാക്ഷരതയും ഭരണഘടനാ സാക്ഷരതയും ഉറപ്പാക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. 30 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ്? ആൻസർ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. അതായത് ട്രൈബൽ പ്ലസിൽ അവർക്ക് 100 ദിനം കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ 3 തെറ്റ്. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി, അതായത് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. 31 വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ എ ആണ്. ശ്രീ കെ സോമപ്രസാദ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനും ജസ്റ്റിസ് ശ്രീ കെ വി മനോജ് കുമാർ കേരളത്തിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനും ജസ്റ്റിസ് ഓപ്ഷൻ ഡി ശ്രീമതി പി സതീദേവി കേരളത്തെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയും കൂടിയാണ്. 32 പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ്. ആൻസർ എ ആണ്. സെറിബെല്ലം. സെറിബെല്ലം ബുദ്ധി, ചിന്ത, സ്മരണ എന്നിവ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബെല്ലം എന്ന് പറയുമ്പോൾ പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശരീരത്തെ തുലനാവസ്ഥ നിലനിർത്തുന്ന ഭാഗം. അതുപോലെ മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗവും. തലാമസ് ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. വേദന, തൊടൽ തുടങ്ങിയ സംവേദനങ്ങളെ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന റിലേ സ്റ്റേഷനാണ് തലാമസ്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ്. ആൻസർ ബി ആണ്. കരൾ. 34 കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം. ആൻസർ ഡി ആണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹാർദ്ദപരമാക്കുക. 35 താഴെ പറയുന്നതിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ആൻസർ സി ആണ്. മലേറിയ. മലേറിയ എന്നത് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇത് പ്ലാസ്മോഡിയം എന്ന പരാതം മൂലമാണ് ഉണ്ടാകുന്നത്. 36 വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ബി ആണ്. ബെറിബെറി. B1 തയാമിൻ എന്നും അറിയപ്പെടും. ബെറിബെറിയാണ് B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അതുപോലെ പെല്ലഗ്ര വിറ്റാമിൻ B3 കുറവ് മൂലമാണ്. B3 നിയാസിൻ എന്നറിയപ്പെടും. സ്കർവി വിറ്റമിൻ സിയുടെ കുറവ് മൂലം. പിന്നെ വന്ധ്യത വൈറ്റമിൻ ഇയുടെ കുറവ് മൂലവും. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കാനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ആൻസർ ബി ആണ്. NDC നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. 2030 ഇന്ത്യയുടെ കാർബൺ ഉദ്വമനം കുറയ്ക്കുമെന്നും പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ അതായത് സൗരോർജ്ജം, കാറ്റ് അളവ് വർദ്ധിപ്പിക്കുമെന്നും NDC പദ്ധതിയിലൂടെ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ 2030 NDCയും, എന്നാൽ ഇന്ത്യ 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2070 നെറ്റ് സീറോ എമിഷൻ എന്ന പദ്ധതിയും 2030 നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന പദ്ധതിയുമാണ്. 38 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ബി ആണ്. എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ചൂടാകുമ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുന്നതിനാൽ പ്രതലബലം കുറയും. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ബലം ആകർഷണമാണ് കൊഹിഷൻ. എന്നാൽ വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണെങ്കിൽ അതിനെ നമ്മൾ അഡീഷൻ എന്ന് പറയപ്പെടും. അതായത് വ്യത്യസ്ത തന്മാത്രകളാണെങ്കിലാണ് നമ്മൾ അത് രണ്ടും കൂടി കൂട്ടേണ്ടത്, അതായത് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അഡീഷൻ. പിന്നെ 3 കാപ്പിലറി ട്യൂബിൽ വെള്ളം എടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. 39 വ്യാസം 20 സെൻറ്റിമീറ്റർ ഉള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഇവിടെ ആൻസർ സി ആണ്. 5 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മുടെ ദർപ്പണത്തിൻ്റെ വ്യാസമാണ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ വ്യാസം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വക്രത ആരം R = വ്യാസം ബൈ 2, അതായത് D/2 = 20/2 = 10 സെൻറ്റിമീറ്റർ. ഫോക്കസ് ദൂരം എഫ് എന്നത് വക്രത ആരത്തിൻ്റെ പകുതിയാണ്. അതായത് F = റേഡിയസ് ബൈ 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 10 സെൻറ്റിമീറ്റർ തന്നതുകൊണ്ട് ഫോക്കസ് നമുക്ക് എത്ര കാണാം? F = 10/2 = 5 സെൻറ്റിമീറ്റർ. 40 താഴെ
ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ABCD ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം ഭൂമധ്യരേഖയിൽ ഏറ്റവും കുറവും ധ്രുവങ്ങളിൽ കൂടുതലും ആയിരിക്കും. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവത്തിൽ കൂടുതലും ആയിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്. ആൻസർ ഡി ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. ധ്രുവങ്ങളിൽ ഇവിടെ ഭൂമിയുടെ ആരം കുറവാണ്, അതിനാൽ കേന്ദ്രത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത് കൊണ്ട് ഗുരുത്വാകർഷണം കൂടുതലായിരിക്കും. 41. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം. ആൻസർ എ ആണ്, ബ്ലൂബേർഡ് 6. 42. N2+3H2 gives 2NH3. എൻതാൽപ്പി ഡെൽറ്റ H = -92.38 kJ/mol എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഒന്നാമത്തെ ഓപ്ഷൻ ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. അതിവിടെ നമുക്ക് എൻതാൽപ്പി നമ്മുടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ രാസപ്രവർത്തനത്തിന് എന്താണ് വേണ്ടത്? താപം കുറക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവർ താപം പുറത്തേക്ക് വിടുന്നത്. അതായത് താപം മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻതാൽപ്പി നെഗറ്റീവ് വാല്യൂ ആയത്. അതുകൊണ്ട് ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് NH3 ഉണ്ടാവണമെങ്കിൽ ഇവയ്ക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഊഷ്മാവിലാണ് ഇത് കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അതുപോലെ ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 43. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? ആൻസർ ബി ആണ്, Na2O ആസിഡിക് എന്നുള്ളത്. മെറ്റൽ ഓക്സൈഡ് സ്വഭാവം അവ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനിയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുന്നത്. ബേസിക് ഓക്സൈഡുകൾ, അതായത് മിക്ക ലോഹ ഓക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളതാണ്. അതായത് മിക്ക ലോഹ ഓക്സൈഡുകളും ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാക്കുന്നുണ്ട്? ബേസിക് സ്വഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ മിക്ക ലോഹ ഓക്സൈഡുകളും ബേസിക് സ്വഭാവമുണ്ട്. എന്നാൽ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് വെച്ചാൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ. ഫോർ എക്സാമ്പിൾ അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. എന്നാൽ മിക്ക ലോഹ ഓക്സൈഡുകളും ബേസിക് സ്വഭാവമാണ്. Na2O എന്ന് പറയുന്നത് ബേസിക് സ്വഭാവത്തിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് തെറ്റ്. 44. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണ സംഖ്യ ആകണമെന്നില്ല. കാരണം ആൻസർ എ ആണ്, മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ട്. ഐസോട്ടോപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവയുടെ ശരാശരി ഭാരമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ശരാശരി എടുക്കുമ്പോൾ മിക്കപ്പോഴും പോയിന്റിൽ അവസാനിക്കുന്ന സംഖ്യയായിരിക്കും. 45. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം. ആൻസർ ഡി ആണ്, ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈ മരണം എന്ന് ഓർക്കാം. 46. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ. ആൻസർ എ ആണ്, കാവാലം നാരായണ പണിക്കർ. പാശ്ചാത്യ നാടക രീതിയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ നാടൻ കലാരൂപങ്ങളെയും ആചാരങ്ങളെയും കോർത്തിണക്കി രൂപപ്പെടുത്തിയ നാടക പ്രസ്ഥാനമാണ് തനത് നാടകവേദി. കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ കലകളുടെയും നാടൻ പാട്ടുകളുടെയും ആശയം അദ്ദേഹം തൻ്റെ നാടകങ്ങളിൽ ഉപയോഗിച്ചു. കാവാലം നാരായണ പണിക്കരുടെ പ്രധാന തനത് നാടകങ്ങളാണ് സാക്ഷ്യം, ദൈവത്താർ, അവനവൻ കടമ്പ. 47. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ആൻസർ ഡി ആണ്, തെക്കൻ പാട്ട്. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വേണാട് പ്രദേശത്ത് പ്രചാരത്തിലിരുന്ന വീരഗാഥകളാണ് തെക്കൻ പാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇരവിക്കുട്ടിപ്പിള്ള പോര് തിരുവിതാംകൂർ ചരിത്രത്തിലെ വീരനായകനായ ഇരവിക്കുട്ടിപ്പിള്ളയും തിരുമല നായ്ക്കൻ്റെ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധത്തെ, അതായത് കണിശംകുളം യുദ്ധം ആസ്പദമാക്കി രചിച്ച പാട്ടാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര്. ആൻസർ ഡി ആണ്, തെക്കൻ പാട്ട്. 48. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും.
ഈ വരികൾ രചിച്ച കവി ആരാണ്? ആൻസർ ബി ആണ്, വൈലോപ്പള്ളി ശ്രീധര മേനോൻ. വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ മാമ്പഴം എന്ന കവിതയിലെ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് കുടിയൊഴിക്കൽ, കന്നിക്കൊയ്ത്ത്. 49 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി കായിക താരമാര്? ആൻസർ സി, പി ആർ ശ്രീജേഷ്. 50 താഴെ പറയുന്നവയിൽ ശരിയേത്? ആൻസർ സി ആണ്, 1ഉം 3ഉം ശരിയാണ്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഇ സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. ഇനി 2ഉം 4ഉം തെറ്റാണ്. അതായത് ഇവിടെ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം കെ ആർ മീരയുടെ നോവലായ കലാച്ചിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഒരു സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അതുകൊണ്ട് അതെന്തായാലും തെറ്റാണ്. അതുപോലെ 2025 ജ്ഞാനപീഠ പുരസ്കാരം, അതായത് 60ാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് തമിഴ് ഗാനരചയിതാവും കവിയും നോവലിസ്റ്റുമായ ആർ വൈരമുത്തുവിനാണ്. അതുപോലെ 4ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ളതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കവി കെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ്. 51 മാത്സ് ആണ്. ആൻസർ 51ൻ്റെ ആൻസർ ബി, 52ൻ്റെ ഡി, 53ൻ്റെ എ, 54ൻ്റെ ബി, 55ൻ്റെ എ, 56ൻ്റെ സി, 57ൻ്റെ ഡി, 58ൻ്റെ സി, 59ൻ്റെ ബി, 100ൻ്റെത് ഡി. 61 ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് ഡാഷ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. അതായത് കാലാവസ്ഥ വളരെ മോശമായി എന്നിരുന്നാലും മാച്ച് ക്യാൻസൽ ആക്കിയില്ല. അവിടെ വരുന്നത് ആൻസർ സി ആണ്, നെവർത്ത് ലെസ്സിൻ്റെ മീനിങ് എന്നിരുന്നാലും. മറ്റു ഓപ്ഷനുകളാണ് ദോ, അതുകൊണ്ട് എന്ന അർത്ഥമാണ്. ഓൾത്തോ എന്നാൽ എങ്കിലും. മോറോവർ കൂടാതെ, അതിലുപരിയായി. 62 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആണ്. ആൻസർ സി ആണ്, എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ എവറി വന്നാൽ, ഈച്ചും എവറിയും വന്നാൽ പിന്നെ വരുന്ന വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. പക്ഷേ വേറൊരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് ഈച്ചും എവറിയും കഴിഞ്ഞിട്ട് ഒരു മോഡൽ ഓക്സിലറി വരുവാണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈച്ചും എവറിയും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാവ് അല്ല വേണ്ടത്, ഹാസ് ആണ്. ഈച്ച് എവറി കഴിഞ്ഞാൽ സിംഗുലർ വരണം. 63 രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സിൽ വില്ലാണ് ഇവിടെ ഓക്സിലറി വേർബ്. അപ്പോൾ വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ വില്ലിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് വോണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വോണ്ട് വരണം. അപ്പോൾ ആൻസർ എ ആണ്. പിന്നെ രാധിക എന്നുള്ളത് ഷീ ആയി മാറും. അപ്പോൾ ആൻസർ വോണ്ട് ഷീ. 64 വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഡാഷ് എ മന്ത്. ഇവിടെ വിശാൽ ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഡാഷ് എ മന്ത് ആണ്. ഇവിടെ ഒരു ഡ്യൂറേഷനാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മാസം ഉണ്ട്. അപ്പോൾ ഒരു ഡ്യൂറേഷനാണ് സൂചിപ്പിക്കുന്നത്. ഡ്യൂറേഷൻ സൂചിപ്പിക്കാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും. അപ്പോൾ വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഫോർ എ മന്ത്. ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് വിശാലിൻ്റെ അച്ഛൻ വിദേശത്ത് പോകുന്നു. അപ്പോൾ ഡ്യൂറേഷന് 4. പിന്നെ സിൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് തുടങ്ങി എന്ന് കാണിക്കാനും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മാസങ്ങൾ, വർഷങ്ങൾ എന്നിവയ്ക്ക് മുമ്പ് ഉപയോഗിക്കുന്നത് ഇന്നാണ്. അതായത് 2010 അങ്ങനെ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. പിന്നെ അറ്റ് എന്ന് പറയുന്നത് കൃത്യമായ സമയം പറയാൻ വേണ്ടിയിട്ട് അറ്റ് 10 o'clock അങ്ങനെയൊക്കെ അറ്റ് ഉപയോഗിക്കും. 65 രാകേഷ് ഡാഷ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. ഇവിടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനായി ഇപ്പോൾ എടുത്തു കഴിഞ്ഞ തീരുമാനത്തെ സൂചിപ്പിക്കാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഓപ്ഷൻ എ ആണ്, ഹാസ് മെയ്ഡ്. രാകേഷ് ഹാസ് മെയ്ഡ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമോറോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആൻറ്റോണിയം ഓഫ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ്. ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം. അതിൻ്റെ ഓപ്പോസിറ്റ് പെസിമിസം, അതായത് നിരാശാവാദം ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഒപ്റ്റിമിസം ഓപ്പോസിറ്റ് പെസിമിസം. ദെൻ സെപ്റ്റിസം സംശയാലുത്വം, അല്ലെങ്കിൽ ഒന്നിനെയും പെട്ടെന്ന് വിശ്വസിക്കാത്ത അവസ്ഥ. ഫനാറ്റിസം മതഭ്രാന്ത് അല്ലെങ്കിൽ കടുത്ത അന്ധവിശ്വാസം. ഫിലാന്ത്രോപ്പിസം മനുഷ്യസ്നേഹം, മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഹാസ് ദ മീനിങ് ഓഫ് ടു റിവീൽ ദ സീക്രറ്റ്. ആൻസർ എ ആണ്, ടു സ്പിൽ ദ മീൻസ് ആണ്. ടു റിവീൽ ദ സീക്രറ്റ് അതായത് രഹസ്യം പുറത്താക്കുക. ടു സ്പിൽ ദ മീൻസ് പരസ്യമാക്കുക. 68 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്.
അത് അക്കോമഡേഷൻ്റെ ആൻസർ ഡി ആണ്. അക്കോമഡേഷൻ എന്ന് വെച്ചാൽ 2 C 1 O 2 M ഉണ്ട്. അപ്പോൾ അക്കോമഡേഷൻ ACCOMMODATION ആണ്. 69 ദ ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ. കോൾ അറ്റ് ആണ്. കോൾ അറ്റ് എന്ന് വെച്ചാൽ ഒരു വിസിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തുക എന്നൊക്കെയാണ് കോൾ അറ്റ്. അപ്പോൾ കോൾ അറ്റാണ് ദ ട്രെയിൻ കോൾ അറ്റ് ദ സ്റ്റേഷൻ. അതായത് ട്രെയിൻ എന്ത് ചെയ്ത് സ്റ്റേഷനിൽ നിർത്തി. കോൾ ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓൺ ഓനെ വിളിക്കുക, അതായത് ഓനെ കാണാൻ പോകുക. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ ആണ്, ഒരാളെ സന്ദർശിക്കുന്നതിനാണ് കോൾ ഓൺ എന്ന് പറയുക. കോൾ ഫോർ ഡിമാൻഡ് ആണ്, ആവശ്യപ്പെടുക. കോൾ ഔട്ട് ഉച്ചത്തിൽ വിളിക്കുക. 70 വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അതായത് ഭക്ഷിക്കാനും കുടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന എപ്പിക്യൂർ ആണ്. ദെൻ ഫ്യൂഗിറ്റീവ്, നിയമത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നവൻ, പിടികിട്ട പുള്ളിയാണ് ഫ്യൂഗിറ്റീവ്. ദെൻ സിനിക് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വൃത്തികളിൽ എപ്പോഴും കുറ്റം കാണുന്നവൻ. വാഗബോണ്ട്, സ്ഥിരമായി താമസമില്ലാതെ അലഞ്ഞുതിരിയുന്നവൻ. 71 ശരിയായ പദം ഏത്? ഐക്യം, ഐകമത്യം, ഇതൊക്കെയാണ് ശരി. ഐക്യം, ഐകമത്യം. അപ്പോൾ ആൻസർ എ ആണ്. ദെൻ എ ബേർഡ് ഐ വ്യൂ എന്ന് പറയുന്നത് ഒരു വിഹക വീക്ഷണമാണ്, അതായത് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. എ ബേർഡ് ഐ വ്യൂ, വിഹക വീക്ഷണം. അതായത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ ആകെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചയിലെ കാണാം. അതാണ് എ ബേർഡ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ. 73 ചേർത്തെഴുതുക. എൻ പ്ലസ് കിൽ, ആൻസർ എ ആണ് എങ്കിൽ. 74 താഴെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചനം ഏത്? ആൻസർ ബി ആണ് വൈദ്യർ. ഒരാളെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഉള്ളെങ്കിലും ബഹുവചനം ഉപയോഗിച്ച് വിളിക്കും, അതാണ് വൈദ്യർ. ആൻസർ ബി ആണ്. നദി എന്നർത്ഥം വരുന്ന പദം തടിനിയാണ്. തടിനി മതിയാണ്, നദിയാണ്. തടിനി നദി. വാരിധി സമുദ്രം, മേദിനി ഭൂമി. ഖണ്ഡനം എന്ന ഇതിൻ്റെ വിപരീതം മണ്ഡനം. ഖണ്ഡനം എന്നാൽ ഒരു വാദത്തെ എതിർത്തു തോൽപ്പിക്കുന്നതാണ് ഖണ്ഡനം. അതിനെ സ്ഥാപിക്കുന്നതോ പുകഴ്ത്തുന്നതാണ് മണ്ഡനം. 77 രണ്ട് തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥം ആൻസർ ഡി ആണ്, ഏഷണി പറയുക. അതായത് രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ രണ്ട് ഭാഗത്തും കൂടി എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിലേക്ക് നമ്മൾ എണ്ണ കോരി ഒഴിക്കുക. അതായത് ആ രണ്ട് ഭാഗത്തേക്കും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക. ആൻസർ ഡി ആണ്, ഏഷണി പറയുക. ശരിയായ വാക്യം ഏത്? ഇവിടെ ആൻസർ സി ആണ്. രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. തമ്മിൽ എന്ന വാക്കുള്ളപ്പോൾ പരസ്പരം എന്ന വാക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? തമ്മിലുമുണ്ട്, പരസ്പരമുണ്ട്. 79 വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം. ആൻസർ എ ആണ്, അമൂല്യം. 80 സ്ത്രീലിംഗ ശബ്ദം രാജ്ഞിയാണ്. ആൻസർ സി. 81 പ്രസന്റ് വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ജയിലും പോലീസൊക്കെ. ആൻസർ ബി ആണ് ലിസ്റ്റ്. 82 ശിക്ഷാ തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ. ആൻസർ എ ആണ്, ജില്ലാ കളക്ടർ. 83 കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൻ്റെ പേര്? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം, തവനൂർ, മലപ്പുറം. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണ് തവനൂരിലേത്. ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഭരണ നിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ആൻസർ ബി ആണ്, 3. സൗത്ത് തിരുവനന്തപുരം, സെൻട്രൽ തൃശ്ശൂർ, നോർത്ത് കോഴിക്കോട്. 85 ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? ആൻസർ സി ആണ്, 6 വയസ്സ് വരെ. അമ്മമാരുടെ കൂടെ അവരുടെ കുട്ടികളെ 6 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെ. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ സി ആണ്, സെക്ഷൻ 8(1)(a). ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ആൻസർ ഡി ആണ്, 2005 ഒക്ടോബർ 12. 2005 ജൂണിൽ പാർലമെന്റ് പാസാക്കിയെങ്കിലും നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എ, ന്യൂഡൽഹി. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 90 വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി? ആൻസർ എ ആണ്, 48 മണിക്കൂർ. 91 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം? ആൻസർ ബി ആണ്, 1993. 92 താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കരാർ? ആൻസർ എ ആണ്, CRC, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. 93 ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കാണ്. 94 മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? 30 ആർട്ടിക്കിളാണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? രംഗനാഥ മിശ്ര.
96 മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. മാനസിക സമ്മർദ്ദം പ്രതിരോധശേഷി കുറവുണ്ടാക്കാം. മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധ രോഗങ്ങൾ ഉണ്ടാക്കാം. മാനസിക സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹ കാരണമാകാം. മാനസിക സമ്മർദ്ദം അർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അസ്തിത്വബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. 98 ഫ്രോയിഡിൻ്റെ സൈക്കോലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏതു ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ആൻസർ സി ആണ്. ഫാലിക് ഘട്ടം. 99 ജൈവിക അഭിപ്രേരണയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ എ ആണ്. ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ഉറക്കം തുടങ്ങിയ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അതായത് ബയോജനിക് മോട്ടീവ്സ് വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതും മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ് ആണ്. 100 സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാണ്? ആൻസർ സി ആണ്. സോഷ്യൽ ഫോബിയ. താങ്ക് യു ഓൾ.